നേരം തപ്പിയതിന് ശേഷം നമുക്ക് ഒരു സീ ഫുഡ് പ്ലാറ്ററുള്ള ഒരു കട കിട്ടി. എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് അറിയില്ല, പക്ഷേ എന്തൊക്കെയുണ്ട്, കൊള്ളാം. മിക്കയിടത്തും ഫിഷ് ആൻഡ് ചിപ്സ് ആണ് നമ്മൾ കണ്ടത്. പ്രൈസും അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അങ്ങനെ അക്വേറിയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പ്ലൈമൗത്തിൻ്റെ ബാർബിക്കൻ ഏരിയയിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാർബിക്കൻ അത്യാവശ്യം ഇവിടെ ചരിത്രം ഉറങ്ങുന്ന നല്ലൊരു ഏരിയയാണ്. ഒരുപാട് പഴയ ബിൽഡിങ്ങുകളും പിന്നെ ഹാർബറും അങ്ങനെ അതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഹായ് ഹായ് കുലിക്കുന്ന അങ്ങനെ നമ്മുടെ മറൈൻ അക്വേറിയത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 15-20 മിനിറ്റത്തെ വാക്ക്. പക്ഷേ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് ഈ പറഞ്ഞ മാതിരി അവിടെ ഇവിടെയൊക്കെ റെസ്റ്റ് എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു 1/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം പ്ലൈമൗത്തിൻ്റെ വൺ ഓഫ് ദ ഫേമസ് പാർക്കും ഹോയും ഒരു ലൈറ്റ് ഹൗസും പിന്നെ ഓപ്പൺ സ്വിമ്മിംഗ് പൂളും ആ ഒരു ഏരിയയിലേക്ക് വന്നെത്തിയേക്കാണ്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. ജോക്കറ്റിന് ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉഷാറായി. പിള്ളേരെല്ലാവരും എല്ലാവരും ഉഷാറാ. ഇതേണ്ട എല്ലാവരും നല്ല ചില്ലായിട്ടിരിക്കണതാണ്. സൈഡിൽ എന്തോ ഒരു കോട്ടയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് മൊത്തം നടന്നു കയറാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് ഇപ്പം നിലവിലില്ല. ഞങ്ങൾ പാർക്കിംഗ് ഒരു 3 മണിക്കൂറായിരുന്നു ആദ്യം എടുത്തത്. അക്വേറിയത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു 3 മണിക്കൂർ കൂടി എടുത്തു. ലൈറ്റ് ഹൗസ് അങ്ങ് അറ്റത്ത് പൊന്തിക്കണ കാണാം. ഈ ലൈറ്റ് ഹൗസിൻ്റെ ലൊക്കേഷൻ്റെ താഴെ തന്നെ അത്യാവശ്യം നല്ല കിടിലം പബ്ബുകളും അത്യാവശ്യം നല്ല മ്യൂസിക്കും പിന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശരിക്കും കടലിലേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു സ്പോട്ട് കൂടെ ഉണ്ട്. ശരിക്കും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇവിടെ പ്ലൈമൗത്ത്, ഇവർ പ്ലിമൗത്ത് എന്നും പറയാറുണ്ട്. അപ്പോൾ പ്ലൈമൗത്താണോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ സ്ഥലത്ത് ചെയ്യാനുണ്ട് ഒരു ദിവസം മൊത്തം. അപ്പോൾ നിങ്ങൾ ഇത് കമ്പൈനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം പ്ലിമൗത്തിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വർത്ത് കീപ്പിംഗ് എ ഡേ ഫോർ ഇറ്റ്. അങ്ങനെ ലൈറ്റ് ഹൗസും കണ്ട്
അതിൻ്റെ കുറച്ച് പിക്സൊക്കെ എടുത്ത് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ യാത്ര പടിയാവുകയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് എടുത്തേക്കണ വീടിൻ്റെ കുറച്ച് വ്യൂസും കാര്യങ്ങളും കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒരു നോർമൽ ഫ്ലാറ്റാണ് ഞങ്ങൾ എടുത്തേക്കണേ, കോട്ടേജ് ഒന്നും അല്ല. കോൺവോൾ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ കുറച്ചിങ്ങ് മാറി എടുത്തൊരു ഓപ്ഷനാണ് പ്ലെമൗത്ത്. ആൻഡ് വി ആർ ഹാപ്പി. അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഈ ടൈമും ഈ ഡേയും സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇനി ഞങ്ങളുടെ അക്കോമഡേഷനും ബാക്കി ഡീറ്റെയിൽസ് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം.